ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പ്രിയ സഹോദരൻ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഒപ്പമുണ്ടായിരുന്നു. PMG യൂസിൻ്റെ കമ്മിറ്റി അംഗങ്ങളുള്ളതായ നന്ദി പ്രത്യേകാൽ പ്രിയ സഹോദരനോട് അറിയിക്കുന്നു. തുടർന്ന് നാം ദൈവവചന ശുശ്രൂഷകൾക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ടിടയായിത്തീരും. സ്വർഗ്ഗം നമ്മളോട് വ്യക്തമായും ശക്തമായി ഇടപെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായി ഹല്ലേലൂയ സ്വർഗ്ഗം നമ്മളോട് സംസാരിക്കുവാനായിട്ടിടയായിത്തീരണം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം എന്നോട് സംസാരിക്കാൻ പോകുകയാ. എൻ്റെ സഭയോട്, എൻ്റെ തലമുറകളോട്, എൻ്റെ കുഞ്ഞുങ്ങളോട് കർത്താവ് ഇടപെടാൻ പോകുകയാണെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കും. ഇന്ന് പകൽക്കാലത്തെ തുടർന്നുള്ള സെക്ഷൻ ഹല്ലേലൂയ ദൈവവചന ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കിടന്ന കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഷിബു തോമസ് അവരുകളെ ഓർക്കുന്നു. ഹല്ലേലൂയ. ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ചെമ്പൂർ സെൻട്രൽ ഹല്ലേലൂയ ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ചുമതല വഹിക്കുന്ന കർത്താവിൽ ബഹുമാനായ ദേവദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ പ്രിയ ദേവദാസന് സമയങ്ങളെ അനുവദിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളെ തട്ടി പ്രിയ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ പ്രിയ ദേവദാസൻ ഹല്ലേലൂയ തുടർന്നുള്ള സമയങ്ങൾ ദൈവജനത്തിന് ശുശ്രൂഷിക്കും. ക്രിസ്തുവിൻ്റെ സഹോദരൻ സ്നേഹിതനുമായ പാസ്റ്റർ ജോബിൻ, PMG യൂത്ത്സിൻ്റെ ചുമതല വഹിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, യൗവനക്കാരായ പ്രിയപ്പെട്ടവർ, അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അനുഗ്രഹീതമായ സ്തുതികളിലേക്കും ആരാധനയിലേക്കും നമ്മെ നയിച്ച ക്രിസ്തുവിലെൻ്റെ സഹോദരൻ പ്രിയ അഭിഷേക്, തന്നോടൊപ്പമുള്ള സഹോദരങ്ങൾ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹീതരായ അഭിഷിക്തന്മാരുമായി നൽകിയിരിക്കുന്ന ആത്മബന്ധത്തിനും സ്നേഹത്തിനുമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ ദൈവസഭയ്ക്ക്, ഇവിടെയുള്ള പ്രാദേശിക സഭയ്ക്ക് നിലവിൽ ഇപ്പോൾ ശുശ്രൂഷകനാക്കി കർത്താവാക്കി വെച്ചിരിക്കുന്ന പ്രിയ കർത്തൃദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരെ എല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച് അല്പസമയം സംസാരിക്കണമെന്നാണ് എളിയദാസൻ്റെ ഉള്ളിലെ ആഗ്രഹം. ഒരു പ്രാർത്ഥന കൂടിവരവായിട്ടാണ് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് ഈ കാലങ്ങളിൽ ആളുകളുടെ എണ്ണം കുറവെന്നുള്ളത് വളരെ തിരസ്കരിച്ച് കളയാനാകാത്ത സത്യമാണ്. പ്രസംഗിക്കാൻ ആളുണ്ട്, പാടാൻ ആളുണ്ട്, ശക്തന്മാരായ പാസ്റ്റർമാരുണ്ട്, നല്ല എൽഡേഴ്സ് നമുക്കുണ്ട്, ചർച്ചിൽ നല്ല ഡീക്കന്മാരൊക്കെ നമുക്കുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കാൻ ആളില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. പ്രാർത്ഥിക്കുന്നവരില്ലേ? ഉണ്ട്. നമ്മുടെ സഭായോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഫാസ്റ്റിംഗ് പ്രയറിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നമ്മുടെ വിവിധ സെൽ ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവമുമ്പാകെ സമയങ്ങൾ വേർതിരിച്ചിരുന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്ന ജനുസിൽപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലത്തിലാണ് നമ്മളൊക്കെ എത്തപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ ചില സ്നേഹിതന്മാരും സഹോദരങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ കാലം മുതലേ, സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ സമയങ്ങൾ വേർതിരിച്ച് ദൈവമുമ്പാകെ കരയുന്ന പ്രാർത്ഥിക്കുന്ന ചില സ്നേഹിതന്മാർ എനിക്കുണ്ട്, എൻ്റെ സഹോദരങ്ങൾ ചിലർ എനിക്കുണ്ട്. സ്തോത്രം. ഇന്ന് ലോകമറിയുന്ന കർത്തൃദാസന്മാരായി അവർ ഇങ്ങനെ നിലനിൽക്കപ്പെടുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം: പ്രാർത്ഥിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ബില്ലി ഗ്രഹാമിൻ്റെ വാക്കുകൾ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനെ മറ്റെങ്ങും മുട്ടുകുത്താൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. നമ്മൾ അല്പസമയം ദൈവവചന ധ്യാനത്തിലേക്ക് മാറുകയാണ്. ശക്തമായ ആരാധനകൾക്ക് ശേഷം നമ്മൾ തിരുവെഴുത്തുകളെ അല്പസമയം ഒന്ന് ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്കത് ഗുണകരമായിട്ട് മാറണം. സ്തോത്രം. നിങ്ങളുടെ പാദപീഠം എന്ന ഒരു ടൈറ്റിലൊക്കെ ഇട്ട് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടിയൊക്കെ ദൈവസന്നിധി ജാഗരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സമയങ്ങൾ വേർതിരിക്കുന്നുണ്ട് എന്നും എളിയദാസൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും ഒരു ചടങ്ങാകരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല എന്നുള്ള അറിവോടെ മടുപ്പില്ലാത്തവരായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തോടെ ദൈവസന്നിധി, ഒരുമാതിരി നിസ്സംഗ മനോഭാവത്തോടെ, അങ്ങ് ഒരു നിസ്സംഗ മനോഭാവം മട്ടിലിരിക്കരുത്. വളരെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് കർത്താവ് ഇടയാകട്ടെ. എൻ്റെ അത്രയും ക്ഷീണവും ഫിസിക്കലി പ്രോബ്ലങ്ങളുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതലുള്ളവരൊക്കെ കാണാം.
സ്തോത്രം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ അതെല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായിട്ട് മാറണം എന്നുള്ള ആ വലിയ ചിന്തയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വലിയൊരു പ്രസംഗ കേൾവിയുടെ ലാഘവത്തിൽ ആരും ഇരിക്കേണ്ട. കർത്താവിൻ്റെ ഉള്ളിൽ നൽകിയ ചില ആലോചനകൾ, ഒരുപക്ഷെ ദൈവിക ദൂതുകൾ എന്നൊക്കെ വേണേൽ എന്നെ പറയാം. അതാണ് ഞാൻ എൻ്റെ പ്രിയരോട് അല്പസമയം ഒന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് മുഖവരകളൊന്നും ദൈർഘ്യമാക്കാതെ വചനത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം. മാത്യു ചാപ്റ്റർ 10 verse 1. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അരികെ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. എല്ലാവരും പറഞ്ഞേ, അധികാരം. അധികാരം ആർക്ക് അധികാരം കൊടുത്തു? ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാർ മൊത്തം 24 പേരായിരുന്നു. ഹല്ലേലൂയ, അല്ലേ? പിന്നെത്ര? 12. ഓക്കെ, 12 പേരായിരുന്നു. ശിഷ്യന്മാർ എത്ര പേരായിരുന്നു? 12 പേരായിരുന്നു. ആണോ മക്കളെ? ഒന്നുകൂടെ കൂടുതലില്ലേ? 13 പേരല്ലേ? 12 ആണോ? എനിക്കൊരു സംശയം, വേറെ ആളുണ്ടോ? ഉറപ്പിക്കാമല്ലേ? 12 തന്നെയാണ്. സ്തോത്രം. അപ്പം ഞാൻ ചെറിയൊരു സംശയം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം പോലെ, ഇനി അങ്ങനെ തന്നെയാണോ? ഇതെന്നാ പ്രശ്നം എന്നറിയാമോ? ബൈബിൾ വചന ധ്യാനത്തിൻ്റെ അപര്യാപ്തതയാണ് വിരൽ ചൂണ്ടുന്നത്. ബൈബിൾ വചന ധ്യാനത്തിൻ്റെ അപര്യാപ്തതയിലാണ്. ഞാനിവിടെ ഈ യൂത്ത്സിൻ്റെ ചുമതലക്കാരോട് ഞാൻ പറയുക, ഒരു ദിവസം 5 അധ്യായം വെച്ച് ബൈബിൾ വായിച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് പുസ്തകം മൊത്തം വായിച്ചു തീർക്കാം. ഒരു ബൈബിൾ വായന കാർഡ് എന്ന് പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ബൈബിൾ വായന കാർഡ് അതൊക്കെ ഒന്ന് അടിച്ചിറക്കണം. അതൊക്കെ അടിച്ചിറക്കിയിട്ട് ഇപ്പോൾ നേരത്തെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, ആവർത്തിക്കണം, എടുത്ത് പൊക്കിക്കൊണ്ട് വരണം. ഈ പിള്ളേരുടെ എല്ലാം കൈ കൊടുക്കണം. ഒരു കൊച്ചു സമ്മാനമൊക്കെ ഏർപ്പെടുത്തണം. ബൈബിൾ വായിച്ച് തീർക്കുന്നവർക്ക് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വായിച്ച് തീർക്കുന്നു. ഒരു വർഷത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോനെ ഒരു പ്രാവശ്യം 7 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തു. ഒരു വർഷത്തിൽ 7 പ്രാവശ്യം. 7ാം ക്ലാസ്സുകാരനാണ്, 7 പ്രാവശ്യം വായിച്ചു തീർത്തു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ബൈബിൾ വായിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ നമ്മൾ ജനിപ്പിക്കത്തക്കവണ്ണം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഗുണകരമായിരിക്കും അതെന്ന് എൻ്റെ ഒരു സജഷനാണ്. അത് കൊള്ളാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സ്തോത്രം. ഓക്കെ, അപ്പം ഒരു സംശയം, 12-13 ആണോ എന്ന് ചോദിച്ചാൽ ഇനി അങ്ങനെ ആണോ? നമ്മളറിയാതെ ആരെങ്കിലും കർത്താവ് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറുക. 12 പേരാണ്. അവർക്ക് എന്നാ കൊടുത്തു? അധികാരം കൊടുത്തു. ഇനി വന്നേ മത്തായി 17 വന്നേ. മാത്യു ചാപ്റ്റർ 17 verse 16, 16-ാം വാക്യം. 17, 16. മതി. ഇനി അതിൻ്റെ 19, 20, 21 വായിക്കാമോ? ചോദിച്ചു. പറഞ്ഞാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനഭാഗമായത്. ഇതുപോലെ നമ്മുടെ ചർച്ച് പണിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ആളുകൾ പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. നമ്മുടെ ഈ ഭൗതികമായ ആലയത്തിൻ്റെ പണിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലവേ അല്ല, അല്ലവേ അല്ല. ഇതുപോലെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് വാക്യങ്ങളുണ്ട്. സ്തോത്രം. ഇവിടെ 3 കാര്യങ്ങളാണ് യേശു കർത്താവ് പറയുന്നത്. നമ്മളതാണ് ഒന്ന് ധ്യാനാത്മകമായി ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. യേശു കർത്താവ് 12 ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ, സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുവാൻ, പൊറുപ്പിക്കുവാൻ, സൗഖ്യമാക്കുവാൻ അധികാരം കൊടുത്തു. ഈ അധികാരം കിട്ടിയവർ 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു വലിയ പ്രശ്നത്തെ നേരിടുകയാണ്. അവരുടെ മുമ്പിൽ ഒരു അപ്പൻ തൻ്റെ മോനെ കൊണ്ടുവന്നു. പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്ന രോഗം,
ചുഴലിയെന്നും മുയലുദീനമെന്നും ചന്ദ്രരോഗമെന്നും ഫിക്സ് എന്നും ഒക്കെ പറയപ്പെടുന്ന ഒരു രോഗം. ഈ രോഗം കർത്താവിൻ ബാധിച്ച കുഞ്ഞിനെ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ എൻ്റെ ചിന്തയിൽ ഞാനൊക്കെ ചെയ്യുന്ന പോലെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കാണും, ഫലസിച്ച് കാണും, ആട്ടിക്കാണും, ചവിട്ടിക്കാണും, കെട്ടുകളൊക്കെ അഴിച്ച് കാണും, പൊട്ടിച്ച് കാണും, പിശാചെന്നൊക്കെ പറഞ്ഞു കാണും, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഭൂതം എന്ത് ചെയ്യുന്നില്ല, പുറത്തു പോകുന്നില്ല, ഭൂതം പുറത്തു പോകുന്നില്ല. അവസാനം കർത്താവിൻ്റെ അടുക്ക് വന്നു. കർത്താവ് 2 വാക്ക് പറഞ്ഞു, ഇതിനെ പുറത്താക്കി. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി, വളരെ രഹസ്യമായി, അതീവ ഗോപ്യമായി കർത്താവിൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, ഞങ്ങളെ കൊണ്ട് എന്നാ ഇത് പറ്റാഞ്ഞത്, ഞങ്ങളെ കൊണ്ട് എന്നാ സാധിക്കാഞ്ഞത്? യേശപ്പ പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്പർ 1 ഫെയ്ത്ത്. നമ്പർ 2 കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ. 2 പ്രേ. 3 ഫാസ്റ്റിംഗ്. 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്പർ 1 ഫെയ്ത്ത്, വിശ്വാസം. നമ്പർ 2 പ്രേ, പ്രാർത്ഥന. നമ്പർ 3 ഫാസ്റ്റിംഗ്, ഉപവാസം. 3 കാര്യം ജീവിതത്തിൽ വേണം വല്ലതും നടക്കണമെങ്കിൽ. പ്രിയരെ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കുക. കുഞ്ഞുങ്ങളെ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ 3 ഡിസിപ്ലിൻ, 3 അച്ചടക്കം എന്ന് പറയാം. അച്ചടക്കപരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 1 വിശ്വാസം, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഇത് 3ഉമില്ലാതെ ഒരു പാസ്റ്റർക്കും ഒരു വിശ്വാസിക്കും ഒരു സഭയ്ക്കും ജയകരമായ ആത്മീക ജീവിതത്തിലേക്ക് മാറാനായിട്ട് കഴിയത്തില്ല. നമ്മളിപ്പം ഇവിടെയൊക്കെ കാണുന്ന ഈ വലിയ കൊട്ടിഘോഷിച്ച ഉപവാസ പ്രാർത്ഥനകളല്ല ബൈബിൾ വിവക്ഷിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെന്നെ ചോദിക്കുക, അത് വേണ്ടേ? എനിക്കറിയത്തില്ല വേണോ വേണ്ടായോ എന്ന്. ഞാൻ ചെയ്യാറില്ല, അങ്ങനെ വലിയ പരസ്യങ്ങളിലേക്കൊന്നും പോകാറില്ല. ചർച്ചിൽ പരസ്യം ചെയ്യും, 21 days ഫാസ്റ്റിംഗ് ആണ്, ഉപവസിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കേണ്ടവർക്ക് വരാം, പ്രാർത്ഥിക്കാം, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട്. സ്തോത്രം. ദേവദാസന്മാർ ക്ഷണിക്കാറുണ്ട്, വന്ന് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വേദന തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഒരു പ്രസംഗി എന്ന നിലയിൽ വേദന തോന്നിയൊരു കാര്യം പറയാം. കഴിഞ്ഞിടെ ഞങ്ങൾ ഒരു ഫാസ്റ്റിംഗ് പ്രയർ എടുത്തു, 21 days ഫാസ്റ്റിംഗ് പ്രയർ. എനിക്കത് 13-ോ 14-ാമത്തെ ദിവസമാണ് എളിയദാസൻ അവിടെ ക്ഷണിക്കപ്പെട്ടത്. അപ്പോൾ കഴിച്ചുകൊണ്ട് ആഹാരം ചെന്നവർക്ക് ഉണ്ട്, സാധാരണ ഫാസ്റ്റിംഗ് പ്രയറൊക്കെ ഉള്ളപ്പോൾ കഴിക്കാതെ പോകുന്ന ഒരു ശീലം. പിന്നെ കഴിക്കാൻ പറഞ്ഞു, കഴിക്കും. സ്തോത്രം. ഉപവാസമൊക്കെ അല്ലാത്തതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു. ഞാനും ചെന്നു. ഞാനും പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഫാസ്റ്റിംഗ് ആയിരിക്കും അല്ലേ, കഴിക്കാതിരിക്കുന്നുണ്ട്? അല്ല പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, 1 നേരം കഴിച്ചുകൊണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന്. പക്ഷേ അങ്ങ് അല്ല, ഞാൻ 2 നേരം കഴിച്ചുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. 1 നേരം കഴിക്കത്തില്ല പാസ്റ്ററെ, 2 നേരം ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ എത്രയോ ആൻറ്റിമാരെ, നമ്മുടെ എത്രയോ പിള്ളേർ ശരീര വെയിറ്റ്, ബോഡി വെയിറ്റ് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട്, അല്ല 1 നേരം ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു. പ്രാർത്ഥന ഉപവാസമൊന്നുമല്ല, ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട്. എൻ്റെ മോനോട് 2 പറഞ്ഞു, നിനക്ക് വെയിറ്റ് കൂടുതലാണ്. കഴിഞ്ഞ പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, പരിശോധന കഴിഞ്ഞ് ഒന്ന് വെയിറ്റ് നോക്കിയേക്കാൻ പറഞ്ഞു. വെയിറ്റ് നോക്കിയപ്പോൾ പറഞ്ഞു വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അവനിപ്പോൾ രാവിലെ ഉച്ചയ്ക്കും തിന്നുന്നില്ല, വൈകിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ. അഥവാ ഇനി ഉച്ചയ്ക്ക് കഴിച്ചാൽ രാവിലെയും വൈകിട്ടും അവന് വേണ്ട, വെയിറ്റ് കുറയ്ക്കുകയാണ്, ഉപവാസമൊന്നുമല്ല. ഇപ്പോൾ 2 നേരം കഴിക്കും, 1 നേരം. ഇപ്പം ഞാൻ വിചാരിച്ചു ചർച്ചിൽ ആരെങ്കിലും ഫാസ്റ്റിംഗ് ആണ്ടായിരിക്കും അല്ലേ ബസ് നടന്ന സംഭവം. ചർച്ചിലും ആരും ഇല്ല പൂർണ്ണമായിട്ട്. പേരെന്താ? 21 days, ഒരു 20 അടി ഹൈറ്റ്, ഒരു 10 അടി വീതി കാണും. അതിൻ്റെ നേർപകുതി വീതിയും വരും. പടുകൂറ്റം ഫ്ലെക്സ് പൊക്കി വെച്ചിട്ടുമുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാവരുടെയും തല, എൻ്റെ ഉൾപ്പെടെ തല അതിനകത്തുണ്ട് താനും. സ്തോത്രം. നമ്മളൊക്കെ എളിയവരാ, അതിനേക്കാൾ പ്രശസ്തർ. നമ്മളൊക്കെ ഇങ്ങനെ താഴെ. വലിയവരുടെ വലിപ്പത്തിനനുസരിച്ച് മേപ്പോട്ട് പടം വരും, ചെറിയവരുടെ അനുസരിച്ച് താഴോട്ട് എല്ലാം ഉണ്ട്. പേര് ഫാസ്റ്റിംഗ് പ്രയർ, പക്ഷേ എന്തുമാത്രം ഇല്ല, അതിൻ്റെ സഭകൾക്കകത്ത് അറിയാനുണ്ട്. കുഞ്ഞുങ്ങളെ, നേരത്തെ പെന്തക്കോസ്ത് സഭകൾക്കകത്ത്, ഞാൻ പഴമയുടെ പെരുമയിൽ കിടന്ന് ഊറ്റം കൊള്ളുകയല്ല, ഇന്നത്തെ നമ്മുടെ ജനറേഷൻ എങ്ങനെ വിട്ടുമാറാതെ ഒരിക്കലും ഇരിക്കേണ്ട ചില അടിസ്ഥാനപരമായ ദൈവിക അച്ചടക്കത്തിലേക്ക് കയറിക്കൂടി ദൈവമഹത്വത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് എളിദാസൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോടൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങളോടും പറയുന്നത്. എങ്ങനെ നമുക്ക് ദൈവിക അച്ചടക്കത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റും?
നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കകത്തും കർത്താവിൻ്റെ അഭിഷേകം പറഞ്ഞതുപോലെ സിഗരറ്റ് വലിക്കുന്നവർ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ഇല്ലായിരുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നവരില്ലായിരുന്നു, വ്യഭിചാരം ചെയ്യുന്ന പിള്ളേരില്ലായിരുന്നു, ഡിവോഴ്സുകളില്ലായിരുന്നു, ഡിവോഴ്സ് ചെയ്ത പാസ്റ്റർമാരില്ലായിരുന്നു. എന്നോട് പ്രയാസം തോന്നരുതേ, നിങ്ങളുടെ ഇടയിൽ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പുറത്തേക്കണേ. പുറത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. 1 മണിയാകുമ്പോൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോകും. പക്ഷെ സത്യമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പാസ്റ്റർമാർ ദൈവസഭയ്ക്കകത്ത് ഒന്ന് പ്രസംഗിക്കുമ്പോൾ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാ? സ്പിരിറ്റാണ്, ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നിലെ സ്പിരിറ്റിൻ്റെ പകർച്ച ഇവിടെ ഉണ്ടാകും. അഭിഷേകം ലീഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റിൻ്റെ ഇമ്പാർട്ടേഷൻ ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുമോ ഇല്ലയോ? നല്ല ആത്മാവാണെങ്കിലും ചീത്ത ആത്മാവാണെങ്കിലും ആത്മാവിന് പകർച്ച ഉണ്ടാകും. പൗലോസ് തീമത്തിയോസിനോട്, ചെറുപ്പക്കാരനായ യൗവനക്കാരനായ തീമത്തിയോസിനോട് പറഞ്ഞു, എൻ്റെ മകനെ തീമത്തിയോസെ, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം. അപ്പോൾ പൗലോസ് കൈവച്ചപ്പോൾ തീമത്തിയോസിലോട്ട് എന്ത് വ്യാപരിച്ചു? കൃപാവരങ്ങളുടെ പകർച്ചയുണ്ടായി, ഇമ്പാർട്ടേഷൻ ഉണ്ടായി. അതിനെ ജ്വലിപ്പിച്ചോളാൻ പറഞ്ഞു. ഇനി ദുരാത്മാവ് ഒരു മനുഷ്യനിൽ ഇരിക്കുക. യേശു കർത്താവിൻ്റെ മുമ്പിൽ വന്നു. കർത്താവ് അടുത്തോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളെ പോകാൻ അനുവദിക്കണം, പോയിക്കോളാൻ പറഞ്ഞു. എങ്ങോട്ട് പോയി കയറി? പന്നിയുടെ മണ്ടലോട്ട് പോയി കയറി. നല്ല ആത്മാവാണേലും തീയ ആത്മാവാണേലും അതിനെന്തോ ഉണ്ട്, പകർച്ചയുണ്ട്, എവിടെയെങ്കിലും കയറി പറ്റും. മറക്കരുത്. നമ്മൾ മത്തായി വീട്ടിൽ ചെന്ന് വായിച്ചു. മത്തായി സുവിശേഷം 4-ാം അധ്യായം വീട്ടിൽ ചെന്ന് പഠിച്ചു. മാത്യു ചാപ്റ്റർ 4 അവിടെ എഴുതിയിരിക്കുന്നു, യേശുവിനെ ആത്മാവ് സ്നാനപ്പെട്ട് കയറിയോണ്ട് എങ്ങോട്ട് നടത്തി? മരുഭൂമിയിലേക്ക്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക്. 40 രാവും 40 പകലും കർത്താവ് എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ ആര് വന്നു? അദ്ദേഹം പുള്ളിയെ എങ്ങോട്ട് കൊണ്ടുപോയി? കല്ലിൻ്റെ അടുക്കലോട്ട് അപ്പമാകാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ ആരാ കൊണ്ടുപോയത്? ആത്മാവാണോ? അല്ല. ആരാ കൊണ്ടുപോയത്? പിശാചാ കൊണ്ടുപോയത്. അവിടുന്ന് പിന്നെ കർത്താവിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഏറ്റവും ഉയർന്ന എന്നിട്ട് ലോകത്തിൻ്റെ സകല മഹത്വം എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ഈ 3 ഇടങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുപോയത് ആരാണ്? പിശാചാണ്. കഴിഞ്ഞ ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഇപ്പം കയ്യിലിരിക്കുന്ന വണ്ടി ഏതാ? ഞാൻ പറഞ്ഞു, പഴയ ബൊലീറോ. എത്ര ഓടി? ഞാൻ പറഞ്ഞു 2.25 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു. പുള്ളി മൊത്തത്തിൽ നടന്ന് നോക്കിയിട്ട് പറഞ്ഞു, അവിടെ എവിടെയെല്ലാം തുരുമ്പിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, തുരുമ്പിച്ചു തുടങ്ങി, മാറണ്ടേ? ഞാൻ പറഞ്ഞു, മാറണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്നിട്ട് കർത്താവിൻ്റെ വേലയിലായിട്ട് എത്ര വർഷമായി? ഞാൻ പറഞ്ഞു, 10-25 കൊല്ലം കഴിയുന്നു, 4 നൂറ്റാണ്ട് പിന്നിടുന്നു. വീടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കൊച്ചു വീടായിട്ടുണ്ട്. എത്ര വർഷമായി? ഞാൻ പറഞ്ഞു, 3 വർഷമായുള്ളൂ. പിള്ളേരൊക്കെ എന്നാ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഇന്നിൻ്റെ പോലൊക്കെ. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ കർത്താവിൻ്റെ വേലയിലായിട്ട് 5 വർഷമായുള്ളൂ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വേലയിലായിട്ട് only 5 years. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ വന്ന വണ്ടിയാണ് ഉണ്ടാ കിടക്കുന്നേ. അച്ഛാ പുള്ളി തന്നെ പറഞ്ഞു, അച്ഛാ ഞാൻ വന്ന വണ്ടിയാണ് കിടക്കുന്നേ, കണ്ടോ 5 വർഷമേ ഉള്ളൂ. അച്ഛാ എനിക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു വീടുണ്ട് അച്ഛാ, എനിക്ക് കൊച്ചിയിലൊരു വീടുണ്ട് അച്ഛാ. അയ്യോ എൻ്റെ പൊന്നെ, ഇത് പോകുന്നുണ്ട്, പേടിയാണ്. പുള്ളിയും കാണാതിരിക്കത്തില്ല. പിന്നെ സത്യമായതുകൊണ്ട് കുഴപ്പമില്ല, വീടുണ്ട് അച്ഛാ. ഇങ്ങനെയൊക്കെ നടത്താൻ മതി അച്ഛാ. ഞാനും അന്നേരം ചിന്തി, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ കർത്താവേ? തിരിച്ച് വണ്ടിയെ കയറിയ പോലെ എൻ്റെ ചിന്ത, 1/4 നൂറ്റാണ്ട് പിന്നിട്ടു. ഇവിടെ നടുവിന് വയ്യ, കാലിന് വയ്യ, കിഡ്നി ഒരെണ്ണം എടുത്ത് കളയാനിരിക്കുന്നു, ക്യാൻസറിൻ്റെ ആധിക്യങ്ങൾ ശരീരത്തെ കീഴടക്കുന്നു, പറയത്ത 100 കൂട്ടം രോഗങ്ങൾ, പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നം, ബുദ്ധിമുട്ടുകൾ, ഇതും തീർത്ത് അവിടെയും ഇട്ട്, അവിടെയും തലയിട്ട് ഇവിടെയും തലയിട്ട്, ഒരു മുഴുക്കക്കാരനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ വണ്ടി ഇരുന്ന്, കർത്താവേ എന്നാ കിട്ടി? ഉള്ളിൽ ആരോ ചോദിക്കുന്ന പോലെ, അപ്പോൾ ഏതാണ്ടൊക്കെ പ്രതീക്ഷിച്ചാണോ ഇറങ്ങിയത്? ഞാൻ പറഞ്ഞു, അല്ലല്ലോ, തെറ്റിപ്പറ്റുന്നല്ലോ. അന്നേരം ഇപ്പം എൻ്റെ ഉള്ളിൽ വന്ന വചനഭാഗമാണ് ഈ മാത്യൂസ് ചാപ്റ്റർ 4. യേശുവിനെ ആത്മാവ് എങ്ങോട്ട് കൊണ്ടുപോയി? പരിശുദ്ധാത്മാവ് എങ്ങോട്ട് കൊണ്ടുപോയി? ദൈവാത്മാവ് എങ്ങോട്ട് കൊണ്ടുപോയി? അടുത്ത 3 സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ആരാണ്? ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോയി, ഏറ്റവും ഉയരത്തിലോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് ആരാണ്? ഇത് ദൈവദാസന്മാരോടുള്ള ദൂത. കുഞ്ഞുങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. സഭയോട്, പ്രിയപ്പെട്ടവരോട് ദൂത. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് എനിക്ക് ലളിതവൽക്കരിച്ചത് പറയാൻ അറിയത്തില്ല. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നും കിട്ടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, നമുക്കെല്ലാം കിട്ടും.
നമുക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടതെല്ലാം തമ്പുരാൻ തരും. പക്ഷെ അതിനുവേണ്ടിയല്ല യാത്ര. കനാനിലേക്ക് ഇറങ്ങിത്തിരിച്ച ജനത്തിന് വഴിയിൽ കിട്ടുന്ന കാര്യം ഒന്നും ദൈവം തമ്പുരാൻ പറഞ്ഞിരുന്നില്ല. പറഞ്ഞോ? കനാനിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് വഴിയിൽ വേണ്ടിയതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. സമയാസമയം പകലും രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ വേണ്ടിയതെല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു. ഇന്നത് തരുമെന്ന് പറഞ്ഞിട്ടല്ല അവരെ ഇറക്കിയത്, പക്ഷെ വിളിച്ചിറക്കിയവന് വേണ്ടി ഇതെല്ലാം കൊടുത്തു. നമ്മുടെ യാത്ര മരുഭൂമിക്ക് തുല്യമാണ്. ആത്മാവ് നടത്തുന്നുണ്ടെങ്കിൽ മരുഭൂമിക്ക് സമമാണ്. ഇന്നും കഷ്ടതയുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, വേദനകളുണ്ടോ, ഒരു സങ്കടമെങ്കിലും വിട്ടുമാറാതെ ജീവിതത്തിലുണ്ടോ? ഓർത്തോണം, ആത്മാവിനാൽ നയിക്കപ്പെടുക. പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുമാറിയിട്ടില്ല. വെറുതെ പറയുകയല്ല, ബൈബിൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. തെളിയിച്ചു വേണേൽ പറയാം, പക്ഷെ സമയപരിമിതിയോട് അങ്ങനെ നിർത്തുക. അടുത്തത് ഉയർച്ചയിലേക്കുള്ള പോക്ക്. യാതൊരു പ്രശ്നങ്ങളും ഇല്ല, പെട്ടെന്നായിരുന്നു, നിമിഷ നേരം കൊണ്ട്. മരുഭൂമിയിൽ എത്ര? 40 ദിനങ്ങൾ. പക്ഷെ ഇങ്ങോട്ട് പോകാനായിട്ട് ഒത്തിരി സമയങ്ങളൊന്നുമില്ല. നിമിഷ നേരങ്ങൾ കൊണ്ടാ ഏറ്റവും പൊക്കത്തിവരെ കൊണ്ടുപോയി. എല്ലാം തന്നേക്കാമെന്ന് പറഞ്ഞു. ഇതാരാ കൊണ്ടുപോയേ? മറക്കല്ലേ, ഞാൻ എൻ്റെ കൂടുതൽ വ്യാഖ്യാനങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല അവിടെ. അടുത്തത് ഇത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു, സാത്താനെ, അപ്പോൾ ഇവനോട് വിട്ടുപോകാൻ പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഇവൻ എന്ത് ചെയ്യത്തില്ല. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിവിധ ഇടങ്ങളിൽ പഠിക്കുന്നവരൊക്കെയാണ്, ഓർത്തോണം. ഇവനെ ശാസിക്കാത്തിടത്തോളം, ഇവനോട് നമ്മൾ കൽപ്പിക്കാത്തിടത്തോളം, ഇവൻ്റെ നേരെ മുഖം തിരിക്കാത്തിടത്തോളം, ഇവനെ നമ്മൾ എതിർക്കാത്തിടത്തോളം അവൻ നമ്മളെ എന്ത് ചെയ്യത്തില്ല, വിട്ടുപോകത്തില്ല. അതാ പൗലോസ്ലീഹ പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ, അവനോട് എതിർക്കുക, എന്നാൽ അവൻ നമ്മളെ വിട്ട് അവൻ ഇടം കൊടുക്കരുത്. എത്ര പ്രസക്തമായ വാക്കുകളാണ്. നമ്മൾ അവനോട് പോകാൻ പറയാത്തിടത്തോളം സമയം അവൻ നമ്മളെ വിട്ട് എന്ത് ചെയ്യത്തില്ല, അവൻ നമ്മുടെ അടുത്ത് ചുറ്റിപ്പറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇന്ന് പലരെയും ചുറ്റിപ്പറ്റി ഇവൻ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഒരു നിഷേധാത്മക സത്യമാണ്. പറഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ട് മാറും. പക്ഷെ പലരും പറയുന്നില്ല. കാരണം എന്നാ? കല്ലപ്പമാകുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളം നടക്കുന്നുണ്ട്, സകല ലോകത്തിൻ്റെ മഹത്വവും സകല രാജ്യങ്ങളുടെ മഹത്വവും, അമേരിക്കൻ ഡോളർ വരുന്നുണ്ട്, പിന്നെ UK സാധനത്തിൻ്റെ പേരെന്നാ, അത് വരുന്നുണ്ട്, പിന്നെ ദുബായിലെ സാധനത്തിൻ്റെ പേരെന്നാ, ദിർഹം, അത് വരുന്നുണ്ട്, പിന്നെ സൗദിയിലെ റിയാൽ അല്ലേ, പിന്നെ അത് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ സാധനം വരുന്നുണ്ട്. പിന്നെന്തിനാണ് നമ്മൾ ഇവനോട് പോകാൻ പറയുന്നേ? മക്കളെ, സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരെ, ഇന്ന് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ദൈവത്തിലേക്ക് സമയങ്ങൾ വേർതിരിക്കുമ്പോൾ അവിടെയും ഇവിടെയും കിടക്കുന്ന മഹത്വമൊക്കെ നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ടാകാം. അതെല്ലാം ദൈവം തരുന്നതാണെന്ന് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ചിലതിനോട് ചേർന്ന് ചിലതിന് അനുകൂലമായി നമ്മൾ നിൽക്കുന്നെങ്കിൽ അത് ദൈവം തരുന്നതല്ല, അത് അവൻ തരുന്നതാണ്. മറക്കരുത്. അതുകൊണ്ട് 3 കാര്യങ്ങൾ: വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം. ഇത് 3 നമ്മളെ ആത്മീയ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു, യൂസ്ലെസ് ആയി പോകാതിരിപ്പാൻ. പൗലോസ് നമ്മൾ 2 കൊരിന്ത്യർ 12 വായിക്കുന്നു, 3 വട്ടം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, തൻ്റെ ശരീരത്തിലെ ആ ക്ലേശം മാറാനായിട്ട്, കുത്തുന്ന ശൂലം എന്തോ അത് മാറാനായിട്ട്. ഉടനെ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ. ആരോടാ കൃപ മതിയെന്ന് പറഞ്ഞത്? പ്രാർത്ഥിച്ചവനോടാണ് പറഞ്ഞത്. പ്രാർത്ഥിച്ച പൗലോസിനോടാണ് പറഞ്ഞത്. വഴിയെ തെക്ക് വടക്ക് നടന്നിട്ട് ചെന്ന ഒരുത്തിനോടല്ല എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞത്. ദൈവമുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച പൗലോസിനോടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ. ഇന്ന് പകൽ ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് സായങ്കാലം മടങ്ങുന്നതിന് മുൻപ്
പ്രാർത്ഥിക്കുന്ന സകലരും ദൈവകൃപ പ്രാപിച്ചു വേണം പോകാൻ. നിങ്ങളുടെ കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് മടങ്ങേണ്ടത് ദൈവകൃപ പ്രാപിച്ചായിരിക്കണം. സ്തോത്രം. രാജീവ് സാറിനെ ഇപ്പോൾ അധ്യാപകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ അനവധി കുഞ്ഞുങ്ങളുമായിട്ട് മുഖാമുഖം സന്ധിച്ചിട്ടുള്ളവരാ. സ്തോത്രം. പഴയ കാലങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് പല കുഞ്ഞുങ്ങളുടെയും പോക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്കൊരു ടീച്ചറുണ്ട്. അവരിവിടെ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെയുള്ള ഒരു +2 സ്കൂളിലെ അധ്യാപികയാണ്. അവർ എന്നോട് പറഞ്ഞത്, ഒരു പെൺകൊച്ചു വരാതെ നിൽക്കുന്നത് കണ്ടു. ടീച്ചർ എന്തിനാ മോളെ നിൽക്കുന്നത്? ക്ലാസ്സിൽ കയറിയിരുന്ന് പറഞ്ഞു. ഉടനെ അവൾ ചോദിച്ചു, കയറി ഇരുന്നില്ലെങ്കിൽ? ടീച്ചർ പറഞ്ഞു, ഒന്നുമില്ല, നീ വെളി നിൽക്കുന്നതുകൊണ്ട്, പിള്ളേരെല്ലാം കയറിയിരിക്കുന്നതുകൊണ്ട് നിന്നോട് ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞ സ്കൂളിൻ്റെ അച്ചടക്കം കൊണ്ട്. എന്നിട്ട് അവൾ ഉടനെ ചോദിച്ചു, നിൻ്റെ അപ്പൻ്റെ വകയാണോ? അങ്ങനല്ല ചോദിച്ചത്, താ ഇന്ത അതാ പറഞ്ഞു ചോദിച്ചത്. ഒരു പെൺകുട്ടിയാണ്, +2 പഠിക്കുന്നൊരു കുട്ടി. അവളെ പഠിപ്പിക്കുന്ന ടീച്ചറോട് ചോദിച്ചതാ, വരാൻ തീർന്നപ്പോൾ കയറിയിരിക്കാൻ പറഞ്ഞു. ഉടനെ അവൾ ചോദിച്ചതാ, കയറിയിരുന്നില്ലേ? ടീച്ചർ പറഞ്ഞു, ഒന്നുമില്ല. അവിടെ ആ ചോദ്യം അത് വന്നപ്പോഴേ മനസ്സിലായി സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന്. വെറുതെ പറഞ്ഞാൽ നമ്മൾ നിൻ്റെ വകയാണോ എന്ന്. കണ്ടോ, ആ നിലയിലോട്ട് കുട്ടികൾ മാറുമ്പോൾ ടീച്ചറോട് പറഞ്ഞ അടുത്തൊരു കാര്യമുണ്ട്, അത് എന്നെ ദുഃഖിപ്പിച്ചത്. പാസ്റ്ററേ, അത് മറ്റേതെങ്കിലും ഇതര വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പാസ്റ്ററേ. പക്ഷേ അത് പറഞ്ഞത് കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാത്തൊരു കൊച്ചാ പാസ്റ്ററേ പറഞ്ഞേ. ഷൂപ്പാസ് തള്ളിയിട്ട് പോവല്ല, ബാ ഞാൻ തെളിവ് തരാം, കാണിച്ചു തരാം. പാസ്റ്റർ, മറ്റേത് കുഞ്ഞുങ്ങൾ പറഞ്ഞാലും എനിക്ക് വിഷമമില്ലായിരുന്നത്. പക്ഷെ അത് പറഞ്ഞത് കഴുത്തിലും കാതിലും ഒന്നുമില്ലാത്തൊരു കുഞ്ഞാ പാസ്റ്ററെ പറഞ്ഞേ. അങ്ങനെ പറയുമ്പോൾ ഏത് കുഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നാ പറ്റുന്നേ? പ്രാർത്ഥനയില്ലേ, പാട്ടില്ലേ, ആരാധനയില്ലേ, തുള്ളിച്ചാട്ടമില്ലേ, ബഹളങ്ങളില്ലേ, അന്യഭാഷകളില്ലേ? എന്താ നമ്മുടെ സഭകൾക്കകത്ത് കുറവ്? ഈ കാണുന്ന സ്വഭാവ വൈകല്യങ്ങളും വൈകൃതങ്ങളും വാക്കും ഫാഷനും കൂടാതെ ഒന്ന് തെളിയിക്കുന്നു, എന്തൊക്കെയോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കുറവുകളുണ്ട്. ഇന്ന് ഇത്രയും കുഞ്ഞുങ്ങളെ ഉള്ളോ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വന്നു ചേരാൻ നമ്മുടെ എല്ലാ ചർച്ചകളിൽ നിന്നും? അല്ലല്ലല്ല, ഒരിക്കലും അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ ഒരു 10-15 ജനം കൂടെ വരാൻ കാണും. ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞത്, അത്രയൊന്നും അല്ല, അതിൽ കൂടുതൽ വരാനുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവുകൾ നമ്മുടെ തലമുറയിലുണ്ട്. എന്നാ സംഭവിക്കുന്നത്? കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മുതിർന്നവരായ നമ്മളുടെ മാതൃകയല്ലാത്ത ചില പെരുമാറ്റങ്ങളും ഇടപാടുകളും പല തലമുറകളെയും വിശ്വാസ ജീവിത അനുഭവത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ വേഗം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമത് വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവിടെ നിർത്തുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യമാണ് പ്രാർത്ഥന. അതൊന്ന് പറയട്ടെ. പ്രാർത്ഥന. ദാനിയേൽ എന്ന പഴയ നിയമ ഭക്തനെ നമുക്കറിയാം അല്ലേ? കർത്താവിൻ്റെ ദാസ കുറച്ച് അനുഭവങ്ങളൊക്കെ പറഞ്ഞു, തൻ്റെ ടെസ്റ്റിമണിയൊക്കെ പറഞ്ഞു. സ്തോത്രം. ദാനിയേലും തൻ്റെ കൂടെയുള്ള ആളുകൾ ഹനന്യാവ്, മീശായേൽ, അസയ്യാവ്, അതാണ് അവരുടെ എബ്രായ പേരുകൾ. നമുക്കവരുടെ ബാബിലോണിയ പേരെ പരിചയമുള്ളൂ. സ്തോത്രം. എബ്രായ പേരുകൾ പലപ്പോഴും നമ്മൾ വിട്ടുകളയുകയാണ്. ആ എബ്രായ പേരുകൾ പഠിക്കുന്നതും പറയുന്നതും കുറച്ചുകൂടെ മെച്ചമെന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ ദാനിയേൽ 6:10 നമ്മൾ വായിക്കുന്നു, താൻ ദിവസം പ്രതി ചെയ്തു വരുന്നത് പോലെ. എങ്ങനെയാണ്? ദിവസം പ്രതി മുട്ടുകുത്തി 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ രീതി, അത് ദിവസം പ്രതിയുള്ളത് എൻ്റെ രീതിയാണ്. പ്രാർത്ഥന നമ്മുടെ ഒരു സ്വഭാവമായി മാറണം. പ്രാർത്ഥന. മോനുസേ, ആഴ്ചയിൽ എത്ര ദിവസം പല്ല് തേക്കും? ആ ചേട്ടൻ എല്ലാ ദിവസവും തേക്കും. മക്കൾ ഒരു സംശയം, എല്ലാ ദിവസവും മക്കൾ എല്ലാ ദിവസവുമാണ്. നിങ്ങളും അങ്ങനെ ആയിരിക്കും അല്ലേ? ശിവപ്പാസ് ഇന്ന് പല്ല് തേച്ചെന്ന് പറയുക. അഭിഷേക് ചാച്ചൻ ഇവിടെ ഒന്ന് പറയുക, ശിവപ്പാസ് ഇന്ന് പല്ല് തേച്ചു. അതിൻ്റെ അർത്ഥം എന്നാ? എന്നും തേക്കുന്ന പരിപാടി ഇല്ല. ഇന്ന് തേച്ചെന്നതിൻ്റെ അർത്ഥം. ഇന്ന് പല്ല് തേച്ചെന്ന് പറഞ്ഞാൽ എന്നും തേക്കുന്ന പതിവ്. ഇന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എന്നും പ്രാർത്ഥിക്കുന്ന പരിപാടി. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ.
യേശുപ്പച്ച ഈ മക്കളെ കണ്ടോണേ, ഈ കൈ ഉയർത്തിയവരെ മുഴുവൻ കണ്ടോണേ. ഇന്ന് പ്രാർത്ഥിച്ചവർ കൈ ഉയർത്തിക്കേ. പൊങ്ങിയ രണ്ടുമൂന്ന് കൈ ഇതാണല്ലോ. ഇന്ന് ബൈബിൾ വായിച്ച കുഞ്ഞുങ്ങളാണ്, മുതിർന്നവർ വേണ്ടേ, കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നവരൊക്കെ ഇന്ന് ബൈബിൾ വായിച്ച കുഞ്ഞുങ്ങൾ, രാവിലെ ബൈബിൾ വായിച്ചു വന്ന മക്കൾ. ഞങ്ങളുടെ ചെറുക്കൻ പറഞ്ഞ ഇത് ഇച്ചിരി മുക്കും. അവനെ കൊണ്ട് പറ്റാത്തതിനും കാര്യം വരുമ്പോൾ പറയുന്ന, അപ്പ ഇത് ഇച്ചിരി മുക്കും പപ്പ. മക്കളെ, ബുദ്ധി വർദ്ധിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പോൾ ഗോപാലകൃഷ്ണൻ ദേവദാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല. പോൾ ഗോപാലകൃഷ്ണൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് ഒത്തിരി പ്രായമൊക്കെ ആയി. അനുഗ്രഹിക്കുന്നൊരു സുവിശേഷ പ്രഭാഷകനായിരുന്നു. ഹൈ റേഞ്ചിൽ കൊച്ചര ഗ്രാമത്തിൽ നിന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആൾ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കേട്ടിട്ടുണ്ടോ? വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അതിൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? അമേരിക്കയിൽ നാസയിൽ സയൻറ്റിസ്റ്റുകൾക്ക് ക്ലാസ് എടുത്ത മനുഷ്യനാണ് പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറ എന്ന ദൈവദാസൻ. അവരൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ പലപ്പോഴും ചെറുപ്രായം മുതൽ കേട്ട് വളർന്നവനായ എളിയദാസൻ. ബുദ്ധിക്ക് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, കുറുക്കു വഴികളില്ല. ബ്രഹ്മിയോ നെല്ലിക്കാലേഹിയോ കഴിക്കൊന്നും വേണ്ട മക്കളെ. ബുദ്ധി വർദ്ധിക്കാൻ വചനം പഠിപ്പിക്കുന്നു. യഹോവ ഭക്തി അവയെ ആചരിക്കുന്ന എല്ലാവർക്കും പ്രാക്ടീസ് എന്ന് എഴുതി. നീ അതിനെ ആചരിക്കുക, നീ അതിനെ ദിവസം പ്രതി ചെയ്യുക. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദിവസം ഒരു അരമണിക്കൂർ, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവൽ മാറും, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ രീതികൾ മാറും, ലൈഫ് സ്റ്റൈല് മാറും, ജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. അരമണിക്കൂർ പഠിക്കുന്ന മക്കൾ, ബാക്കിയുള്ളവർ എത്രയും പ്രാർത്ഥിക്കാൻ പറ്റും അത്രയും പ്രാർത്ഥിക്കണം. പക്ഷേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദിവസം ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? ജീവിതം വ്യത്യാസപ്പെടും. അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ നിർത്തുകയാണ്. ജീവിതം മാറി വരും, ജീവിതം മാറി വരും. ദാനിയേൽ പതിവ് പോലെ അല്ലെങ്കിൽ ദിവസവും ചെയ്തു വരുന്നത് പോലെ മുട്ടുകുത്തി 3 നേരം പ്രതിസന്ധി ഉള്ളപ്പോഴും ദൈവത്തോട്, അതിനു മുമ്പ് താൻ ചെയ്ത കാര്യമുണ്ട്. രാജാവിൻ്റെ വീഞ്ഞ് ഭോജനം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയയുടെ മക്കളെ, സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നവൻ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കും. പ്രാർത്ഥിക്കുന്നവനോട് തിന്മകൾ അകന്നു നിൽക്കും. നമുക്കെല്ലാം പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവരാരും ഇവിടെ ഇരിപ്പില്ല. പക്ഷെ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാമോ? ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവരാരും ഇല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാമോ? അതറിയത്തില്ല. പക്ഷെ അതിന് നമുക്ക് തുണ നിൽക്കാൻ ആരുണ്ടെന്നറിയാമോ? അത് അഭിഷേകച്ചൻ ഒടുവിൽ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിപ്പുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാഭിഷേകമൊക്കെ പ്രാപിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ഒരു മടിയും അലസതയും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞ് എൻ്റെ അടുക്ക് പ്രേയറിനായിട്ട് കൊണ്ടുവരുമ്പോൾ സ്വഭാവ വൈകല്യവും വൈകൃതവുമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവൻ ഗെയിം കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഗെയിം കളിക്കുന്നുണ്ട്, അല്ല കഞ്ചാവിനടിമയാണ്. അറിയില്ല, കഞ്ചാവിനടിമയല്ല പാസ്റ്റേ, 8ാം ക്ലാസ്സിലെല്ലാം ഉള്ളൂ. അപ്പം അപ്പനെ അടിക്കാൻ കസേര എടുത്തു, 8ാം ക്ലാസ്സുകാരൻ അപ്പനെ അടിക്കാൻ കസേര എടുത്തു. അതൊക്കെ ഒരു സ്വഭാവ വൈകല്യമാണ്. അമ്മയുടെ നേരെ രൂക്ഷമായി സംസാരിക്കുക. 8ൽ പഠിക്കുന്നേ ഉള്ളൂ, പഠനത്തിൽ പുറകോട്ട് വരാൻ തുടങ്ങി, പഠന വൈകല്യം ബാധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇവൻ ഗെയിം കളിക്കുന്നുണ്ട്. പറഞ്ഞു, ഇല്ല പാസ്റ്റേ. ഞാൻ പറഞ്ഞാൽ കഞ്ചാവ് കഴിക്കുന്നുണ്ട്. അതും ഇല്ല പാസ്റ്റേ. ഞാൻ പറഞ്ഞു, ഇവൻ ഗെയിം കളിക്കും. ഉറപ്പായും ഈ കുഞ്ഞ് ഗെയിം കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായ സ്വഭാവ വൈകൃതം ഈ കുഞ്ഞിന് വരത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കോ, സൺഡേകളിൽ ചർച്ചിൽ വന്നിരിക്കുന്നത് ബോറടിക്കാത്ത സഭായോഗങ്ങളാണെങ്കിൽ, അടുപ്പിക്കാത്ത സഭായോഗങ്ങളാണെങ്കിൽ, ഈ കുഞ്ഞുങ്ങൾ അലസചിത്തന്മാരായി ആണും പെണ്ണും ഇരിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, അവർ ഊറ്റ ഗെയിമിന് അടിമകളായിരിക്കും. നമ്മളോട് രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വല്ലതും പറയുമ്പോൾ കലിപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് പറയുന്നത്, കലിപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇവർ ഗെയിമിന് അടിമയായിരിക്കും. അതെന്നാ അങ്ങനെ? ഈ വെടിവെച്ച് ഉള്ള വണ്ടിയെ ഇടിച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് ഇവന്മാരുടെ മൈൻഡ്, ഇത് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഗൗരവം ബോധമുള്ളവരൊക്കെ ഇതിനെതിരിപ്പുണ്ട്. സ്തോത്രം. ഇവരുടെ മൈൻഡ് വേറൊരു തലത്തിൽ നിൽക്കുക. ഒന്നിനോടും ഇവർക്ക് സമരസപ്പെടാൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
സകലതിനെ ഇടിച്ച് പൊളിച്ച് തകർക്കണമെന്നുള്ള ചിന്തയിലേക്ക് കയറുകയാണ്. ഞാൻ പറഞ്ഞ കുഞ്ഞിൻ്റെ അമ്മ അടുത്ത ദിവസം കൊണ്ട് പറഞ്ഞു, ഉണ്ട് പാസ്റ്ററെ, ഗെയിം കളിയുണ്ട്, രാത്രി ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പം എല്ലാം മക്കൾക്കൊക്കെ ഓരോ റൂമുകളില്ലേ സെപ്പറേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ വന്നപ്പം ഇട്ടിട്ട് പോയൊരു ഫോണുണ്ട്, ഞാനത് ശ്രദ്ധിക്കാതിട്ടിരുന്നതാ. അവൻ അത് എവിടുന്ന് കൊണ്ട് നന്നാക്കി എടുത്ത് വെച്ചിരിക്കുക. അവന് ഗെയിം കളി ഭയങ്കരമാണ്. എന്തോ ചീത്തയാൻ്റെ പേര് 10-30,000 വിലയുടെ ഒരു ഫോണ് അദ്ദേഹം കളഞ്ഞിട്ട് പോയി. എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അവൻ ഇവിടുത്തോട് ശരിയാക്കി. അപ്പൻ 2ാം പ്രാവശ്യം ലീവിന് വന്നപ്പം പോകുന്ന തലേദിവസം എന്തോ പറഞ്ഞപ്പോഴാ കസേര എടുത്ത് അപ്പനെ അടിക്കാൻ. അമ്മയുടെ നേരെ, ചേച്ചിയുടെ നേരെ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാൻ മാത്രം മണ്ടനായ പാസ്റ്ററല്ല ഞാൻ. പക്ഷെ നിങ്ങൾ നിരന്തരമായി ഗെയിമുകൾക്കും അതിനകത്തെ മറ്റ് പല കാര്യങ്ങൾക്കും അടിമകളായി തീർന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ അകന്നു മാറും, ദൈവത്തിൽ നിന്ന് അകന്നു മാറും. അത് നിങ്ങളെ പല വൈകല്യങ്ങൾക്ക് ഉടമസ്ഥരാക്കി മാറ്റും. പക്ഷെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ബിൽഡപ്പ് ചെയ്താൽ, നമ്മൾ പണിതീർത്താൽ സംഭവിക്കുന്നത്, അതിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരായി ദൈവാനുരൂപമായി മാറ്റപ്പെടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വ്യക്തിത്വത്തിൽ ബാധിക്കുന്ന സകല വികലതകളും വൈകൃതങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവ് നമ്മളെ ഒരു ജോസഫിനെ പോലെ, ഒരു ദാനിയേലിനെ പോലെ അല്ല, യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ പണിതെടുക്കുന്ന സമയങ്ങളും നിമിഷങ്ങളുമായി നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനാ സ്വഭാവം മാറി വരുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ വേഗം അവസാനിപ്പിക്കാം. പ്രാർത്ഥന ഒരു സ്വഭാവമായി മാറണം. ഇന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് നമ്മൾ ബൈബിൾ വായിച്ചു അല്ല, പതിവ് പോലെ ദിവസം പ്രതി ഇന്നിവിടുന്ന് ഒരു തീരുമാനമെടുത്ത് മടങ്ങും. ഒരു ഡിസിഷൻ, സ്റ്റെബിലിറ്റിയുള്ള ഡിസിഷൻ. എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും. സപ്ലി അടിച്ചടിച്ചടിച്ചടിച്ച് കിടക്കുക. അപ്പനമ്മയും പറഞ്ഞു ബിടെക്കിന് പോകാൻ ചെയ്തു, അടിച്ചടിച്ചടിച്ചടിച്ച് കിടക്കുക. വിവരവും ബോധവും ഇല്ലാത്ത +2 കഷ്ടിച്ച് ജയിച്ചു പോയവൻ 1ാമത്തെ പ്രാവശ്യം അടിച്ച് കയറിപ്പോയി. ഇല്ല, റോക്കറ്റ് പോകുന്ന പോലെ. കണ്ടു കേട്ട അനുഭവങ്ങളാണ് പറയുന്നത്. ഇവൻ പഠിച്ച് നടന്ന് പ്രാർത്ഥിക്കാനും മനസ്സില്ല, ബൈബിൾ വായിക്കാനും മനസ്സില്ല. സഭായത്തിന് വന്ന് നിന്നാൽ എപ്പം നിർത്തും എന്ന് പറഞ്ഞ് ചൊറിഞ്ഞിരുന്നു. മറ്റോന് കരഞ്ഞു വിളിച്ചപ്പ ബുദ്ധിയുമില്ല, ബോധവുമില്ല, പഠിപ്പിക്കാൻ അപ്പനും അമ്മയ്ക്ക് നിവർത്തിയില്ല, തെണ്ടിപ്പറക്കി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ പോകുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കുന്നു. രാത്രി വന്ന് കിടക്കുന്നതിന് മുമ്പ് ബൈബിൾ ഹൃദയസ്ഥമാക്കുന്നു. രാത്രി പിന്നെയും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനെന്തോ പൊട്ടക്കഥ പറഞ്ഞു പോവല്ല മക്കളെ. പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ സമയങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സമയങ്ങളെ ലോകം അപഹരിച്ചു കൊണ്ടുപോകും. നമ്മൾ പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സമയങ്ങളെ ലോകം അപഹരിക്കും. യൂദ 20-ാം വാക്യം പെട്ടെന്ന് വായിക്കാമോ? എഫേസ്യർ 6:18 പെട്ടെന്ന് വായിച്ചേ. ലേവ്യ 6:12-13. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, പ്രേയിങ് ഇൻ ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. എഫേസ്യർ 6:18 ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. പൗലോസ്ലീഹ പറയുക, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇതാ മുമ്പേ ഇവിടുന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. ആമേൻ. അഭിഷേകം പ്രാപിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. ബുദ്ധിയുടെ മണ്ഡലം അഫലമായി ആത്മതലത്തിൽ ചലിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഉടമസ്ഥരായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയുകയില്ല. പെമ്മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്തൊരു ചെറുക്കൻ നിന്റെ ഹസ്ബൻഡായി വരത്തില്ല. ആൺപിള്ളേരെ, നിന്റെ ജീവിതത്തിൽ വേണ്ടാത്തൊരു പെണ്ണ് നിന്റെ വൈഫായി വരില്ല. തുണകളിൽ പോലും, ജീവിതാനുഭവത്തിൽ പോലും, ഫ്യൂച്ചറിനുള്ള ബന്ധത്തിൽ പോലും, നിന്റെ ജോലിയുള്ള ബന്ധത്തിൽ പോലും നീ ചെന്നുപെടാൻ സാധ്യതയില്ലാത്ത ഒരിടങ്ങളിലേക്കും ദൈവം തമ്പുരാൻ നിന്നെ കൊണ്ടു ചെല്ലത്തുമില്ല. നിന്റെ ജീവിതത്തിൽ വന്നു പറ്റാൻ പാടില്ലാത്ത ഒന്നും വന്നു പറ്റത്തുമില്ല. ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് ഉടമസ്ഥരായി ഞാനും നിങ്ങളും മാറുന്നെങ്കിൽ
ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പ്രാർത്ഥനാ ജീവിതം നമ്മളൊന്ന് ബിൽഡപ്പ് ചെയ്തേ. തകർന്നു കിടക്കുന്ന അനുഭവങ്ങളൊന്ന് പണിതേ. പ്രാർത്ഥന. കർത്താവ് തമ്പുരാൻ നമ്മളെ മാനിക്കും. അടുത്ത പെട്ടെന്ന് വായിച്ചേ. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു മതി. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ലേവ്യ 6:12-13. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതിരിക്കണം. വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച്. അടുത്തത് യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതിരിക്കണം. പഴയ നിയമം നമുക്കറിയാം കൃത്യമായി. ഒന്നാമത് സമാഗമന കൂടാരത്തിൽ യാഗപീഠത്തിൽ ഇറങ്ങിയ തീ എവിടുന്ന് വന്നതാ? സ്വർഗത്തിൽ നിന്ന്. ആ തീ കെട്ടുപോകാതെ ആര് സൂക്ഷിക്കണമായിരുന്നു? അടുത്ത യാഗത്തിന് അന്ന് പകരപ്പെട്ട തീ സൂക്ഷിച്ചിരിക്കുക, കെട്ടുപോകാതെ. ഇതിൽ നിന്ന് പകരുകയ. പരിശുദ്ധാത്മാവ് ഒരിക്കൽ ഭൂമിയിലേക്ക് വന്നു. ഇന്ന് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക? പകരുകയ. പകർച്ചയാണ് നടക്കുന്നത്. മനസ്സിലാക്കുന്നു? തീ കെട്ടുപോകരുത്. പ്രാർത്ഥന കെട്ടുപോകരുത്. വചനം പറയുന്നു പ്രാർത്ഥന കെട്ടുപോകരുത്. പ്രാർത്ഥന അണയാൻ അനുവദിക്കരുത്. എവിടെ പ്രാർത്ഥന എന്ന ദീപം അണഞ്ഞിട്ടുണ്ടോ, എവിടെ പ്രാർത്ഥന കെട്ടുപോയിട്ടുണ്ടോ, ആരിൽ പ്രാർത്ഥന ഇല്ലാതായിട്ടുണ്ടോ, അവിടെയൊക്കെ അയോഗ്യമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കയറി കൂടിയിട്ടുണ്ട്. നമ്മൾ മറക്കരുത്. ഞാൻ വേഗം നിർത്തട്ടെ. പത്രോസിനോടും കൂട്ടോടും കർത്താവ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ ക്ഷീണം ഉറങ്ങിയവർ അയോഗ്യമായി കർത്താവിനെ രക്ഷിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് വാളൂരുക. മഹാപുരോഹിതദാസനായ മൽക്കോസിനെ വെട്ടുക, കാതറക്കുന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥന എവിടെ ഇല്ലാതെ പോയോ അയോഗ്യമായ ഇടപാടുകൾ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥന നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അയോഗ്യമായതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കയറാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ പുറകോട്ട് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടോ, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്ന എനിക്ക് വലിയ ശുശ്രൂഷ തരണമെന്നല്ല, ഞാനിപ്പോഴും തമ്പുരാനോട് കരയുന്നത് അപ്പായെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രാർത്ഥനാ സമയങ്ങളെ എനിക്ക് മടക്കി തരണമെന്നാണ്. എളിയവൻ്റെ പ്രാർത്ഥന അതാ. നഷ്ടപ്പെട്ടു പോകുന്ന പ്രാർത്ഥനാ സമയങ്ങൾ മടക്കി തരണം. എത്ര പേർ ഇഷ്ടപ്പെടുന്നു പ്രാർത്ഥന കെട്ടുപോകൽ? 2 വാക്യം വായിച്ച് പുസ്തകം അടച്ച്. ലൂക്കോസ് 5:15-16. ലൂക്കോസ് 1:32 മുതൽ 35 വരെ. ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന്, ലൂക്കോസ് വിശേഷ 5:15-16 വായിച്ച് അവസാനിപ്പിച്ചേ. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു, വളരെ പുരുഷാര വചനം കേൾക്കേണ്ടതിനും. അടുത്ത വചനം. ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, ഒറ്റ വാക്കിൽ യേശുവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, എൻ്റെ അപ്പായുടെ പേര് മരിച്ചു നിത്യത്തിൽ ചേർക്കപ്പെട്ടു PM മാത്യു എന്ന മത്തായുടെ മകനായ ഷിബുവിന് എത്രയധികം പ്രാർത്ഥന വേണം? ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ തനിക്ക് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പേരൊന്ന് സങ്കല്പിച്ച് മനസ്സിൽ ഒന്ന് കണ്ടേ. അവരുടെ മക്കളായി എനിക്കും നിങ്ങൾക്ക് എത്രത്തോളം പ്രാർത്ഥന ജീവിതത്തിൽ വേണം? നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക. ഏറ്റവും അടുത്ത അത്ഭുതങ്ങളുണ്ട്. സമയപരിമിതിയോടെ നിർത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ ഉദാഹരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ, വണ്ടർ എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ സമീപയുണ്ട്. പക്ഷേ എപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലേക്ക് കയറുമോ അതുവരെ പലതും നമ്മോട് അകന്നു നിൽക്കും. കയ്യെത്തുന്ന അകലത്ത് നിൽക്കുന്ന പലതിനെയും കരാഗതമാക്കുവാൻ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക അല്പസമയങ്ങളിൽ. എൻ്റെ വാക്കുകളെ അവിടെ നിർത്തുകയാണ്. യേശു കർത്താവ് നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫിൽ എത്രയധികം നമ്മൾ പ്രാർത്ഥിക്കണം,
എത്രയധികം നമ്മൾ പ്രാർത്ഥിക്കണം, എത്രയധികം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്കായ ഒരു മുന്നൊരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അടുത്ത ഉപവാസമാണ്. ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന. ഞാൻ നിർത്തുകയാണ്. കണ്ണുകളെല്ലാം ഒരു നിമിഷം അടയട്ടെ ദൈവസന്നിധിയിൽ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയും. വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം സമയങ്ങളെടുത്ത് സംസാരിക്കുന്ന 3 കാര്യങ്ങളാണ്. അതീവ ഗൗരവമായ 3 കാര്യങ്ങളാണ്. മക്കളെ, ആത്മീക അച്ചടക്കത്തിൽ നമ്മൾ നിലനിർത്തുന്ന 3 കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് വരാൻ പാടില്ലാത്ത ഒന്നും വരാതെ എടുത്തു മാറ്റിക്കളയുന്ന 3 കാര്യങ്ങളാണ്. ഉപവാസം അതും അനിവാര്യമാണ്. മക്കൾ കഴിയുന്നിടത്തോളം ദൈവം തരുന്ന അവസരങ്ങളിൽ ഉപവസിക്കുക തന്നെ ചെയ്യണം. പൊന്നുമക്കളെ, ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ അത് മാറ്റിമറിക്കും. ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ്റെ കയ്യിലുമല്ല നിൻ്റെ ഫ്യൂച്ചർ. നിൻ്റെ പേരൻസിൻ്റെ കയ്യിലുമല്ല നിൻ്റെ ഫ്യൂച്ചർ. പാസ്റ്റർമാരെ, ഞങ്ങളുടെ കയ്യിലുമല്ല നിൻ്റെ ഫ്യൂച്ചർ. ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ്റെ കയ്യിലുമല്ല നിൻ്റെ ഫ്യൂച്ചർ. നീ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കരയാൻ മനസ്സുണ്ടോ? തമ്പുരാനോടൊപ്പം ചെലവഴിക്കാൻ നിനക്ക് സമയങ്ങളുണ്ടോ? നിശ്ചയമാണ് ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ കർത്താവ് മാറ്റും. മുഴങ്കാൽ മടക്കാൻ ആരോഗ്യം അനുവദിക്കപ്പെടുന്നവരൊക്കെ ഒരു നിമിഷം ഒന്ന് മുഴങ്കാൽ മടക്കാമോ? മുട്ടുമേൽ നിൽക്കാൻ കഴിയുന്നവരൊക്കെ ഒരു നിമിഷം ഒന്ന് മുട്ടുമേൽ നിൽക്കാമോ? കർത്താവിൻ്റെ ദാസന്മാർ ഒരു പാട്ട് പാടും. യേശുവേ, നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കുക മുഴുവൻ. മുട്ടുമേൽ നിൽക്കാൻ കഴിയുന്നവർ മാത്രം, ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ. കസേരകളിലൊക്കെ ഇരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം അനുവദിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് തെറ്റില്ല, നിർബന്ധമല്ല. പറ്റുന്നെങ്കിൽ, സാധിക്കുന്നെങ്കിൽ മാത്രം ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാമോ? ഇന്ന് പകൽ ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ, ഈ ദൈവസഭയുടെ യുവജന വിഭാഗത്തിൻ്റെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ, ഈ മാതാപിതാക്കൾ, പ്രിയർ, നമ്മൾ ഒന്നിച്ചുകൂടി ഇത്രത്തോളം പ്രിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ സഭ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾ, കരയുന്നത്, നിലവിളിക്കുന്നത് അടുത്ത നിമിഷങ്ങളിൽ, ഇന്നലകളിൽ പിതാക്കന്മാരിൽ അവസാനിച്ച ചിലതിൻ്റെ തുടക്കങ്ങളായി മാറണം. ചില അത്ഭുതങ്ങളുടെ, ചില അടയാളങ്ങളുടെ, ചില വീര്യപ്രവൃത്തികളുടെ, യഥാർത്ഥ സുവിശേഷ ഘോഷണത്തിൻ്റെ, യഥാർത്ഥ ദൈവപ്രവൃത്തിയുടെ അടയാളങ്ങളായി ഇതിനകത്ത് ചില കുഞ്ഞുങ്ങൾ മാറണം. അങ്ങനെ മാറ്റിയെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഗ്ലോറി ടു ലോർഡ്. മരുഭൂമിയാണെങ്കിലും ദൈവത്തോടുകൂടെ, പിശാചിനോട് കൂടിയുള്ള ഉയർച്ചകളേക്കാൾ, പിശാചിനോട് കൂടിയുള്ള ഉന്നതിയേക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിൻ്റെ ആത്മാവിനോട് കൂടെ ഉള്ള മരുഭൂമി. ആത്മാവൊപ്പമുള്ള മരുഭൂമിയുടെ അനുഭവം എത്ര ശ്രേഷ്ഠമാണ്. യേശു കർത്താവ് പറയുക, സാത്താനെ വിട്ടുപോ. ഇന്ന് പകൽ ചിലതിനോട് വിട്ടുപോകാൻ പറയാൻ, ആ ഗെയിമിൻ്റെ അടിമത്വത്തോട്, ആ പഠന വൈകല്യം ഉണ്ടാക്കുന്ന, സ്വഭാവ വൈകല്യം ഉണ്ടാക്കുന്ന ചിലതിനോട്, നമ്മളെ ആത്മീയ അനുഭവങ്ങൾ വളർത്തിയെടുക്കാത്ത ചില വ്യാപാര ശക്തികളോട്, പ്രാർത്ഥനയെ, ആരാധനയെ, വചനധ്യാനത്തെ, അനുസരണത്തിൻ്റെ ആത്മാവിനെ, ആത്മീയ വിഷയങ്ങളിലുള്ള ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന ചിലതിനോട് എന്നെ വിട്ടു മാറാൻ പാസ്റ്റർമാരായി ഞങ്ങൾ ആരും പറയത്തില്ല. കുഞ്ഞുങ്ങളൊന്ന് പറയാൻ തയ്യാറാണോ? മക്കളെ പറയാൻ തയ്യാറാണോ? ദൈവദാസന്മാരൊന്ന് വേഗം മുൻപോട്ട് വരാമോ? ഈ മക്കൾ, ഇവർ പാട്ട് പാടും, ഇവർക്ക് വേണ്ടി ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പാസ്റ്റർമാരായിട്ടുള്ള കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ ഒന്ന് മുൻപോട്ട് വന്ന് മുഴങ്കാൽമേൽ നിൽക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ദൈവത്തോട് ഒന്ന് ഇവരുടെ ശിരസിൽ കൈവച്ച് വരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവദാസന്മാർ ഒന്ന് മുൻപോട്ട് വരാമോ? ദൈവദാസന്മാർ ഒന്ന്, ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്, ഒന്ന് കണ്ണുകൾ അടച്ച്, ഒന്ന് കണ്ണുകൾ അടച്ച്. യേശുവേ, നിന്റെ രൂപമേ ദൈവദാസന്മാരെ, ഈ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമോ? കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ബൈബിൾ വായിക്കണം. ആ കൊതിയുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങേ പോലെയാക്കണം മുഴുവൻ. യേശുവേ, നിന്റെ രൂപം എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം,
യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ഗ്രഹിക്കണം എന്നെ ആശ്ലേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദീനന്മാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോരേ. ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോരേ. ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ദാസനെ പോലെ സേവ ചെയ്ത ദൈവത്തിൻ്റെ ഗജാതനെ. ദാസനെ പോലെ സേവ ചെയ്ത ദൈവത്തിൻ്റെ ഗജാതനെ. വാസം ചെയ്യണം വിനയം എൻ്റെ ഉള്ളിലും നാദനേ. വാസം ചെയ്യണം വിനയം എൻ്റെ ഉള്ളിലും നാദനേ. പാപികളുടെ വിമാരികളെല്ലാം സഹിച്ച വിജ്ഞാനേ. പാപികളുടെ വിമാരികളെ എല്ലാം സഹിച്ച വിജ്ഞാനേ. ഓടിപ്പാനുള്ള ശക്തിയേക്കു നൽകുകേ. ഓടിപ്പാനുള്ള ശക്തിയേക്കും നൽകുകേ. തന്റെ പിതാവിനേതാമോടും പോതാമോടുടെ ചെയ്തോ. തന്റെ പിതാവിനേതാമേ ഓടും പോതാമോടുടെ ചെയ്തോ. ഇഷ്ടവും ദൈവായി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്നു ഭക്തിയുള്ളൊരു യേശുവേ. ഓ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ. പ്രാർത്ഥിപ്പാനായും തുടരാനായും ശക്തി തരണം എന്നുമേ. പ്രാർത്ഥിപ്പാനായും
ഉണരാനായി ശക്തി താരണം എന്നും. യേശുവേ നിന്റെ രൂപം, ഓ യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. ഓ യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ഒരമണിക്കൂർ സമയം എല്ലാ ദിവസവും ഒരമണിക്കൂർ സമയം പ്രാർത്ഥിക്കാൻ. അരമണിക്കൂർ സമയം, കൂടുതലൊന്നും വേണ്ട. അരമണിക്കൂർ. ദേവദാസന്മാരായ ഞങ്ങളൊക്കെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. രാവിലെയോ വൈകിട്ടോ അത് 2 നേരമായിട്ടോ. അതിനപ്പുറം നിങ്ങൾക്ക് എത്ര പറ്റിയാലും പ്രാർത്ഥിച്ചോണം. എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും. അങ്ങനെ ഒരു തീരുമാനമുള്ള മക്കളൊക്കെ ദിവസം എഴുന്നേറ്റ് നിൽക്കാമോ? അഭിഷേകത്തിൻ്റെ വലിയ നിറവ്, ആത്മശക്തിയുടെ വലിയ വ്യാപാരം കർത്താവ് ഇന്ന് പോലൂടെ തരും. പ്രാർത്ഥനയിൽ എന്താണോ നമ്മളെ പുറകോട്ട് പിടിക്കുന്നത്, കർത്താവ് ഇന്ന് പകൽ അതിനെ എടുത്തു മാറ്റും. ഞാൻ വലിയ വരപ്രാപ്തനൊന്നുമല്ല. ഇവിടെ നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവും ശക്തി ഇവിടെ വെളിപ്പെടും. ദൈവമഹത്വം ഇവിടെ വ്യാപരിക്കും. ദൈവം ചിലരെ തൻ്റെ ആത്മശക്തിയാൽ നിറയ്ക്കും, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കും, വചനധ്യാനത്തിനുള്ള ആത്മശക്തി തരും. അതിനൊരു കൊതി, അതിനൊരു വാഞ്ച, അതിനൊരു ആഗ്രഹം എനിക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്നത്, നമ്മളെ ഉയർത്തുന്നത് ദൈവം തമ്പുരാനായിരിക്കണം. ഇന്ന് പകൽ അതിന് കൊതിയുള്ള എല്ലാവരും ദൈവത്തിലേക്ക് നമ്മൾ ഇന്ന് സമർപ്പിച്ച് ഒരു നിമിഷം എളിയദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ദാസന്മാർ ഗാനം പാടുമ്പോൾ ചേർന്ന് പാടി അവർക്കൊപ്പം നമുക്കൊന്ന് ആരാധിക്കുകയും ചെയ്യാം. അഭിഷേകത്തിൻ്റെ വലിയ നിറവ് ആത്മശക്തിയായി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ പ്രാർത്ഥനകളിലേക്ക്, വചനധ്യാനത്തിലേക്ക്, ദൈവിക ബന്ധത്തിൻ്റെ അതിശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് അത് നമ്മളെ ഉയർത്തിയെടുക്കാനിടയാകട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്കായുള്ള, ആരാധനയ്ക്കായുള്ള, ക്രിസ്തുവിനെ അധികം ആഴമായി സ്നേഹിക്കുവാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജയകരമായ ആത്മീക ജീവിതത്തിനായി, വചനധ്യാനത്തിനായി ആത്മശക്തിയുടെ വലിയ നിറവ് ഇന്ന് പകൽ ഈ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ഈ മക്കളുടെ മേൽ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഞ്ഞുതുള്ളി പോലെ ആത്മശക്തിയുടെ നിറവ്, ആത്മശക്തിയുടെ വ്യാപാരം ഈ മക്കളുടെ മേൽ ഇന്ന് പകൽ ഉണ്ടാകട്ടെ. ഈ ആൺകുഞ്ഞുങ്ങളെ, ഈ പെൺകുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരിമാരെ, സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് പകൽ നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്ര. മുഴുവൻ മഹത്വവും രക്ഷകന് ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആ കരങ്ങൾ തട്ടി കർത്താവിനൊന്ന് ചേർന്ന് മഹത്വം കൊടുത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ആ ഇരു കരങ്ങളും തട്ടി കർത്താവിന് മഹത്വം കൊടുത്ത് നല്ലവനായ കർത്താവിനെ, ഉന്നതനായ ദൈവത്തെ, ശാശ്വതവാസിയായ നമ്മുടെ ദൈവത്തെ, പ്രാർത്ഥനയ്ക്കുള്ള, ആരാധനയ്ക്കുള്ള, ധ്യാനത്തിനുള്ള ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമായി അയക്കണമേ ഈ ശിഷ്യനായി ദാസരിനെ. ആശിഷമായി അയക്കണമേ ഈ ശിഷ്യനായി ദാസരിനെ. ഗുണവികാരം ലഭിക്കാം ഞങ്ങൾ വരുന്നു തിരുസന്നിധിയിലേ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ തരുളൂ, അനുഗ്രഹിക്കൂ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ തരുളൂ, അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, തിരുനാമം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഗുണവിശുദ്ധിയായി കേണമേ ഈ ശിഷ്യനായി
ശക്തിയായി തീരണമേ. ഈ ശിഷ്യദാസരിൽ ഉണവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നിന്റെ വസ്തുവകൾ ഞങ്ങൾ കരുണു അനുഗ്രഹിക്കുന്നു. നിന്റെ വസ്തുവകൾ ഞങ്ങൾ കരുണു അനുഗ്രഹിക്കുന്നു. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ. ശാശ്വത ശാന്തിയായി തീരണമേ. ശാന്തിയായി തീരണമേ. ഉടവേ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. വസ്തുവകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. വേഷമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. വേഷമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരിയായി കേണമേ. ഈ ശിഷ്യരാസരിമേലോ ആശിഷമാരിയായി കേണമേ. ഈ ശിഷ്യരാസരിമേൽ ഉണവേ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു. നിങ്ങൾ അന്യഭാഷകൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് അന്യഭാഷകളിൽ ആമേൻ ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അന്യഭാഷകളിൽ ആമേൻ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ഈ സമയത്ത് നമ്മളൊരു എക്സ്ട്രാ ടൈം വേർതിരിച്ച് ഈ സമയം ഈ ദിവസം 28-ാം തീയതി ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് റിമാർക്കബിൾ ആയിരിക്കണം. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ ആമേൻ ആമേൻ ഹല്ലേലൂയ അസാധാരണമായി നമുക്ക് ഈ മീറ്റിങ്ങിനെ തോന്നണമെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആമേൻ അഭിഷേകം അസാധാരണമായിരിക്കണം. ആമേൻ അസാധാരണ അഭിഷേകത്തിന് അസാധാരണ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. ഇന്ന് പകൽക്കാലം അതിനെ ആമേൻ ഹല്ലേലൂയ ആഗ്രഹിച്ചാൽ അതിനെ പ്രാപിക്കാം. ആമേൻ ഹല്ലേലൂയ ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ അല്പസമയം അന്യഭാഷകളിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ ഹല്ലേലൂയ. അന്യഭാഷ ഭരങ്ങൾ ആമേൻ പ്രാപിച്ചിട്ടുള്ളവർ ആമേൻ ഹല്ലേലൂയ അതിനെ ആമേൻ നിങ്ങളുടെ നാവുകളിൽ കൂടെ പറയുവാൻ ആമേൻ ഹല്ലേലൂയ മടിക്കാതെ. ബിക്കോസ് ഈ പ്ലേസ് അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ്. യെസ്, നമ്മൾ ഈ എക്സ്ട്രാ ടൈം വേർതിരിച്ചത് നമുക്ക് ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ചത് ആമേൻ ഹല്ലേലൂയ വി ഷുഡ് ഗെറ്റ് സംതിങ് ലൈക്ക് നമ്മൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ ആമേൻ ഇതിനെ കോൺകർ ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ നിങ്ങളുടെ നാവുകളിൽ ആമേൻ ഹല്ലേലൂയ തന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിയുവാൻ ആമേൻ ഹല്ലേലൂയ വചനത്തിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ആമേനെ ഇതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ആമേൻ നാവിൽ നിന്ന് ജീവൻ പുറപ്പെട്ടാൽ ആമേൻ അതിന്റെ ഫലം അങ്ങനെ തന്നെ ആയിരിക്കും. നാവിൽ നിന്ന് മരണമല്ല പുറപ്പെടേണ്ടത്. ഇന്ന് പകൽക്കാലം ആമേൻ നിർജീവത്വങ്ങളെ നോക്കി ജീവന്റെ വാക്ക് പറയുവാൻ Resel tham rasel kemenia, resel thalam rafetelia, rikaba shandala prabal kamenia, resel tholam rafeshetelia, rikabal sertelem rafetelia, rakabala telem rafeshetelia, rikabala thalam rasel telia. കൈയടിക്കുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അന്യഭാഷകൾ പറയുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കൃപാവരങ്ങളുടെ എക്സ്ചേഞ്ചുകൾ ദേശം കീഴടക്കുന്ന ഒരു ജനറേഷൻ Rama Sandeli
generation. Rakabasalti. Oramasaki miriyatla. Orakabashendele prefetenia. രാജ്യങ്ങളെ കീഴടക്കുന്ന ജനറേഷൻ. Rakasalti miriyatla. Rakabasalti miriyatla. പട്ടണങ്ങളുടെ ഖനമുള്ള മതിലുകളെ ഇടിക്കുന്ന തലമുറകൾ, പട്ടണങ്ങളുടെ ഖനമുള്ള മതിലുകളെ പൊളിച്ചെടുക്കുന്ന ജനറേഷൻ. തിരമാലകൾ, ദൈവസാന്നിധ്യത്തിന്റെ തിരമാലകൾ, wave after waves of your anointing. പട്ടണങ്ങളെ കീഴടക്കുന്നു, രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നു. അഭിഷേകമുള്ള തലമുറകളിൽ നിങ്ങളുടെ നാവിനെ, ആമേൻ, നിങ്ങളുടെ വായെ വിസ്താരത്തിൽ തുറക്കുക. നിങ്ങളുള്ള വാഗ്ദത്തമുണ്ട്, അതിനെ നിറയ്ക്കും. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, അതിനെ നിറയ്ക്കും. നിന്നോടുള്ള വാഗ്ദത്തമാണ്. തുറന്ന സ്വർഗത്തെ ഞങ്ങൾ കാണുന്നു. ഈ തുറന്ന സ്വർഗത്തെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ മീതെ തുറന്നിരിക്കുന്ന സ്വർഗത്തെ ഞങ്ങൾ കാണുന്നു. തുറന്ന സ്വർഗത്തെ ഞാൻ കാണുന്നു. ആത്മകണ്ണുകൾ കൊണ്ടതിനെ കാണുന്നു. പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുന്ന തലമുറ, ഖനമുള്ള കോട്ടകളെ പ്രാർത്ഥന കൊണ്ട് ഇടിച്ചു കളയുന്ന തലമുറ. Wave after waves of your anointing. Wave after waves. തിരമാലകൾ, സാന്നിധ്യത്തിന്റെ തിരമാല, അഭിഷേകത്തിന്റെ തിരമാല. ഞങ്ങളുടെ വാക്കിലങ്ങനെ സംഭവിക്കട്ടെ, ഞങ്ങളുടെ വാക്കിലങ്ങനെ സംഭവിക്കട്ടെ. പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ, ആമേൻ, ഹല്ലേലൂയ, കാഴ്ചപ്പാട്. അവിടുത്തെ ശബ്ദം കേൾക്കേണ്ടതിന് ഞങ്ങളുടെ കാതുകളെ തുറന്നവേ. അവിടുത്തെ കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ കാണേണ്ടത്
ഞങ്ങളുടെ കണ്ണുകളെ തൊഴണമേ, ഞങ്ങളുടെ കണ്ണുകളെ തൊഴണമേ. അവിടുത്തെ ശബ്ദമാവേണ്ടത് ഞങ്ങളുടെ നാവുകളെ തൊഴണമേ. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ആഞ്ഞടിക്കുന്ന ആമേൻ അഭിഷേകത്തിന്റെ അലകളെ ഞങ്ങൾ ഞങ്ങളുടെ ആത്മ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുന്നു. ചെങ്കടൽ രണ്ടായതും ആമേൻ യോർദാൻ രണ്ടായതും ഹല്ലേലൂയ ജനത്തിന്റെ മുമ്പിൽ മാറിയെങ്കിൽ ആമേൻ ഹല്ലേലൂയ അടങ്ങിയിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ ആമേൻ യോർദാൻ മാറിയിട്ടില്ല. അനങ്ങാതിരിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ ചെങ്കടലുകൾ രണ്ടായിട്ടില്ല. ഫെയ്ത്തിൽ നിന്റെ കയ്യിൽ വടിയെടുത്ത് ആമേൻ ഹല്ലേലൂയ കടലിന്മേൽ നീട്ടാന്ന് ദൈവം പറഞ്ഞപ്പോൾ ആമേൻ ഫെയ്ത്തിലുള്ള ആക്ഷൻസ് ആമേൻ ഹല്ലേലൂയ ആമേൻ ഫലം കണ്ടത് ആമേൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ അടങ്ങിയിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ മതിലുകളും കോട്ടകളും വീണിട്ടില്ല. അസാധാരണമായി നിങ്ങൾ ദൈവശക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഭിഷേകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ദൈവത്തിന് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ആമേൻ നിങ്ങളുടെ മനസ്സിന്റെ ആ വാഞ്ച ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൂരെ മാറിപ്പോകുന്നതിനെ ആമേൻ അടുത്തേക്ക് വരുത്തുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ റാസേൽ തേമറിയാൻ തലാറകൽ കമനിയ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം ഇരിക്കാം. എല്ലാവരും ഇരിക്കാം. സന്തോഷമുള്ളവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് ഏകദേശം 150യോളം ആൾക്കാരാണ്. ഏകദേശം 100ഓളം പേർ മാത്രമേ 100-110ഓളം പേർ മാത്രമേ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് വാക്ക് തന്നത് 150ഓളം പേരാണ്. പക്ഷേ ആര് വന്നാലും വന്നില്ലെങ്കിലും ഈ മീറ്റിങ്ങിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്നല്ല, ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ താല്പര്യമുണ്ട്, പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടി. പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടിയെന്നല്ല, എന്തോ ആത്മാവ് ഇവിടെ ഈ താഴെ നിൽക്കുമ്പോൾ പ്രിയ ഡെന്നി അലിസ്തോത്രി വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ദൈവാത്മാവ് സംസാരിച്ചൊരു വാക്കാണ് അത്. പരിശുദ്ധാത്മാഭിഷേകം എനിക്ക് കിട്ടിയെന്നല്ല, പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടിയെന്ന് ചിലർ പറയണം. എന്നെ കിട്ടിയെന്ന് പറയണം. ഈ പ്രാർത്ഥന ഇവിടെ നിന്ന് കഴിയുമ്പോൾ, ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടിയെന്ന് പറയാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഒന്ന് കരമുയർത്തി ചില സെക്കൻഡുകളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, ഇതുവരെ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നിരുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ കർത്താവേ സമയമൊന്നും ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകർന്നതിനായി സ്തോത്രം. വലിയൊരു ആത്മപകർച്ചയ്ക്കായി തുടർന്നുള്ള ചില നിമിഷങ്ങൾ കൂടെ ഞങ്ങൾ ഉപയോഗിക്കണം. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, ആമേൻ.